അർജുൻ പോവാണ്. എവിടേക്കാ പോണേ നിങ്ങള്? തമിഴ്നാട് മധുരൈ പോവാണ്. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ വിക്രം ഇരിക്കുന്നുണ്ട്. എന്ന് വരും? സൺഡേ. ഇന്ന് വെനസ്ഡേ. സോ ഗൈസ്, അപ്പോൾ അവർ എവിടേക്ക് ട്രിച്ചിക്കോ എവിടെയോ മധുരൈ പോയി. ഗുഡ് മോർണിംഗ്. സോ ഇന്ന് വെനസ്ഡേ ആണ്. സോ കണ്ടില്ല ഗൈസ്, എൻ്റെ കണ്ണിൽ കുരു 2 ദിവസമായി. നല്ല വേദന ഈ ചൂടിൻ്റെയാണ്. അപ്പോൾ അവർ മധുരയ്ക്ക് പോയി. ഇനി ഞങ്ങളും അർണവും മാത്രമേ ഉള്ളൂ. അർണവ് അവിടെ കിടന്ന് ഉറങ്ങണുണ്ടല്ലേ. സോ ഗൈസ്, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോവാണ്. ദോശയും ചട്നിയും. ഞാനും അനു മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി ഇപ്പോൾ അനു കഴിക്കുന്നില്ല. അനു കഴിക്കാൻ എന്താണെന്നറിയില്ല. ദോശയാണ് ഇപ്പോൾ അവനോട് കൂടുതൽ താല്പര്യം. ഇവിടെ മിക്കതും ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഇഡ്ഡലി ഇഷ്ടം കേട്ടോ. അതുപോലെ വിക്രം ഇഡ്ഡലി കഴിക്കും, ഇല്ലായല്ല. പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ദോശയോടാണ് മാത്രം. അതിവിടെ എല്ലാവർക്കും ദോശയോടാണ്. ഇപ്പോൾ അജുനും ഇഡ്ഡലിയോട് തീരെ താല്പര്യമില്ല. അവൻ ദോശ തന്നെ കഴിക്കാൻ. അനു കഴിച്ചിരുന്നായിരുന്നു. പക്ഷെ അവനിപ്പോൾ ദോശയോടാ. അപ്പോൾ അതാണ്. ഇപ്പോൾ ദോശയും ചട്നിയും ഇപ്പോൾ ഞാനും അനുള്ളതിനാ അത് ഉണ്ടാക്കണം. പിന്നെ ഇന്ന് വെനസ്ഡേ അല്ല കേട്ടോ. ഇന്ന് ടേസ്റ്റി വ്ളോഗാണ്. ഞാൻ നേരത്തെ വെനസ്ഡേ നിങ്ങളാണ് തോന്നുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ടേസ്റ്റി ആണ്. അതായത് April 3rd. ഓക്കെ. പിന്നെന്താ, അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ അവരിപ്പോൾ മധുരയിൽ പോയി. അവരിനി തിരിച്ചെത്തുന്നത് സൺഡേ ആണ് തിരിച്ചെത്തുള്ളൂ. അപ്പം ഞാനും അനു മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിതാ ദോശ തയ്യാറാക്കാണ്. ഇവിടെ ഇതിൽ മാമ്പഴ പുളിശ്ശേരി ഇന്നലെ തയ്യാറാക്കിയതാണ്. അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ. അപ്പോൾ മിക്കതും എന്താ പറയുക, മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കറി. എനിക്കിഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയുണ്ട്. കുറച്ചുള്ളൂ, നല്ല അടുത്ത് ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇത് മതിയാവും ഉച്ചയ്ക്ക്. നല്ല ടേസ്റ്റ്. എൻ്റെ വീട്ടിൽ കുറച്ച് മധുരത്തോട് കൂടിയിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. ഇവിടെ കുറച്ച് പുളിയോട് കൂടിയിട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ വീട്ടിലെ രീതിയാണ് ഞാൻ എന്നാലും, അതായത് കുറച്ച് മധുരം കുറച്ച് പുളിയായിട്ടുള്ള രീതിയിലാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുക. ഇതിപ്പോൾ അമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ദോശ കഴിക്കാൻ പോവാണ്. ദോശ ആൻഡ് ചട്നി. വേറെ കൂടുതൽ സംഭവമൊന്നും ഉണ്ടാക്കില്ല. ഒന്നില്ലെങ്കിൽ ചട്നി, അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ സാമ്പാറും ചട്നി അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ദോശ കഴിക്കട്ടെ. നമ്മുടെ ദോശ ആൻഡ് ഇതാ ചോപ്പ ചട്നിയാണ്. ചോപ്പ ചട്നി എന്ന് പറയുമ്പോൾ ഞാനിതിൽ വറ്റൽമുളകും അതുപോലെ തന്നെ പച്ചമുളകും അതും ചേർക്കും കേട്ടോ. പിന്നെ സവോളയാണ് ചേർക്കുക. നമ്മുടെ അവൻ TV ഇട്ടിട്ടുള്ളതുകൊണ്ടൊരു സൗണ്ട്. സവോളയും പച്ചമുളകും വറ്റൽമുളകും. സവോളയും പച്ചമുളകും വറ്റൽമുളകുമാണ്. പച്ചമുളകും വറ്റൽമുളകും. യെസ്. അത് 3ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ചട്ടിക്കിട്ട. പിന്നെ നാളികേരം, ഉപ്പും. അവിടെ ഒരാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഞാനപ്പോൾ ഇവിടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മസാല എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ്, അതായത് ചിക്കൻ 65 മിക്സാണ്. ഇത് കുറച്ചുണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു, ഒരു പകുതിയോളം ഉണ്ടായിരുന്നു. പകുതി ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ആട്ടോ. ശരിക്കും ആ ചിക്കൻ 65 ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അനുവിന് ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം, കറി അവന് ഇഷ്ടമല്ല. അപ്പോൾ വിക്രം ഇന്നലെ പോകുമ്പോൾ ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ മസാല പെട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊരു പാക്കറ്റ് കണ്ടില്ലേ, കഴിയും. നല്ല സംഭവമാണ്. വേറെ ഒന്നും വേണ്ട നമുക്ക്. ചിക്കൻ, വെള്ളം,
പിന്നെ ഈ ഒരു മിക്സും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെക്കാം വേണമെങ്കിൽ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ. പിന്നെ അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഗ്രീൻ ചില്ലി അതുപോലെ കറി ലീവ്സൊക്കെ വേണമെങ്കിൽ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടി ലുക്ക് കിട്ടും. അതന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പച്ചമുളകും കറിവേപ്പിലൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി അപ്പോൾ ചിക്കൻ 65 ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിന് ഫ്രൈസ് ആണ്. അപ്പോൾ കുറേശ്ശെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നു ലെഗ് പീസ് മാത്രം ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണി കിട്ടി, കാരണം നമ്മുടെ വാഷിംഗ് മെഷീൻ പണി മുടക്കി. അതിൻ്റെ എന്താ പറയുക അറിയില്ല, പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അത് നിന്നുപോയി. പിന്നെ എന്ത് ചെയ്തിട്ടും ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനും പറ്റില്ല. ഇതിൽ ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു എന്താ പറയുക മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇത് പെട്ടെന്ന് സ്റ്റക്കായി എന്തോ എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അത് ശരിയാക്കാൻ ഇനി നാളെ ആൾ വരുള്ളൂ. അപ്പോൾ അതും നമുക്ക് പണി കിട്ടി. ഓരോന്നും വിക്രമില്ലാത്ത ദിവസങ്ങളാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ഒന്നെങ്കിൽ മഴക്കാർ, കരണ്ട് പോക്ക്, പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവം, ഒന്നില്ലെങ്കിൽ മോട്ടർ കേടാവും, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആളില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ്, അതെപ്പോഴും എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിക്കടുത്ത് ഡിന്നർ ചിക്കൻ 65 പിന്നെ പൊറോട്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും കേട്ടോ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇന്ന് ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഫുഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എനിക്കതൊക്കെ 4 മണി അതിനിടയിൽ ഞങ്ങൾ ഷേക്ക് കുടിച്ചു, അത് വേറെ കാര്യം. പിന്നെന്താ, അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അന്നുവിന് എപ്പോഴാണ് ചോറ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവന് ചോറ് കൊടുത്തു. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് കഴിച്ചു. പിന്നെ അവന് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ നോക്കി. ഇപ്പോൾ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ രാത്രി ഡിന്നർ ചിക്കൻ 65 പൊറോട്ട. അവന് ഗ്രേവി ഒന്നും വേണമെന്നില്ല. ഗ്രേവി ഇല്ല, ചിക്കൻ എന്താ പറയുക, ഗ്രേവിയുള്ള ഇത് കഴിക്കുന്നുണ്ട്. ചിക്കൻ കറി കഴിക്കായില്ല. പക്ഷെ കൂടുതൽ താല്പര്യം ഫ്രൈ ആണെന്ന് മാത്രം. ഓക്കെ. പിന്നെ എൻ്റെ കണ്ണിൻ്റെ കുരു ഇപ്പോഴും ഉണ്ട്. 2-3 ദിവസമായി. നല്ല വേദന. ഈ ചൂട് കാരണമാണ്. കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോഴാണ് കണ്ണിന് കുരു. അപ്പോൾ അതിൻ്റെ വേദനയും ഉണ്ട്. ഇപ്പോൾ ഇന്നൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി രാത്രി ഫുഡ് കഴിഞ്ഞിട്ട് മേല് കഴുകി അങ്ങനെ നമ്മൾ ഗോ ടു സ്ലീപ്പ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. പഴയ വീഡിയോസുകളും കാണുക. കുക്കിംഗ് വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്, അതും ഞങ്ങൾ കാണുക. റെസിപ്പി വീഡിയോസുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്നുമല്ല, നമ്മൾ എനിക്ക് എപ്പോഴാണ് ഇത് ചെയ്യാൻ തോന്നിയെന്ന് അപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സോ മറക്കാതെ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.